അങ്ങനെ തന്നെ നേതാവേ, 5 എണ്ണം പിന്നാലെ. ഇതൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ്. ഇതിൽ പെരുമാൾ ദേശം എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. പെരുമാൾമാർ വാഴുന്ന ദേശം. ഇപ്പോൾ അച്ഛൻ പെരുമാൾ പിള്ളയും മകൻ കാർത്തിക പെരുമാളും. അച്ഛനായിട്ട് അവതരിപ്പിക്കുന്നത് സായികുമാർ ചേട്ടനാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. അത് കാരണവന്മാർ ആ കാലത്ത് പറഞ്ഞിട്ടുള്ള കുറേ റൂൾസാണ്. അതിലൊന്നാണ് രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ വേറെ അന്യ ഗ്രാമത്തിനെയോ അന്യ ദേശത്തിനെയോ ഒന്നും ആശ്രയിക്കരുത്. പെരുമാൾ ദേശത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പോവാണെന്നും നീ നേതാവാൻ പോവാണെന്നും കേട്ടു. മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, ബിജെപി രാഷ്ട്രീയം സംസാരിക്കല്ലേ. ഇതാണ് ആ സിംഹം, ഗ്രാമത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കാമെന്ന പാലക്കാരൻ. ചിത്രത്തിലെ ഗാനങ്ങൾ എം ജയചന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. 2 പാട്ടുകളാണുള്ളത്. ഒന്നൊരു ഇൻട്രഡക്ഷൻ സോങ്, ഈ ഗ്രാമത്തെക്കുറിച്ചിട്ടുള്ള ഒരു പാട്ട്. ഇൻട്രഡക്ഷൻ സോങ് മീൻസ് അത് ടൈറ്റിൽ സോങ് ആയിട്ട് പോകുന്നത്. പിന്നെ ഒന്ന് മെയിനായിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പറാണ്, ഒരു മെലഡി കം ഫാസ്റ്റ് നമ്പർ. അപ്പോൾ അത് ഞാനും മീരയും കൂടിയിട്ട് അവതരിപ്പിക്കുന്നു പടത്തിൽ. മീര നന്ദൻ. ശരിക്കും അതൊരു ഡാൻസ് നമ്പറും കൂടിയാണ്. ശാന്തി മാസ്റ്ററാണ് അതിൻ്റെ കോറിയോഗ്രാഫി. മല്ലിക പൂങ്കൊടി മാർഗഴി പനിമതി പൂവരം വേറിവാ സുന്ദരി മാമ്പഴം പോലെ എൻ മാനസം തന്നിടാം മാരനായി തോഴനായി കൂടവാ നിലാവിൻ വാസന്തമേ വിരിഞ്ഞു നീ എന്നിലായി മറന്നിടാൻ മറന്നു പോയി സഖി. മല്ലിക പൂങ്കൊടി മാർഗഴി പനിമതി പൂവരം വേറിവാ സുന്ദരി മാമ്പഴം പോലെ എൻ മാനസം തന്നിടാം മാരനായി തോഴനായി കൂടവാ. ഈ പടം ഫുൾ നല്ല വെയിൽ നിറഞ്ഞ സമയത്താണ് നമ്മൾ ഷൂട്ടിംഗ് നടത്തിയത്. പാടവും കൃഷിയും. അപ്പോൾ ഏകദേശം വടക്കാഞ്ചേരി സൈഡായിരുന്നു, പാലക്കാട് വടക്കാഞ്ചേരി സൈഡ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾ കോട്ടയത്തേക്ക് ഷിഫ്റ്റായി. പാട്ടിന് വേണ്ടി ഞങ്ങൾ പൊള്ളാച്ചിയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ പടം ഫുൾ ഏകദേശം 40-41 ഡിഗ്രി ടെമ്പറേച്ചറിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. പാട്ട് ഷൂട്ട് ചെയ്യാറായപ്പോഴേക്കും അതിലും കൂടി. പൊള്ളാച്ചിയിൽ നല്ല വെയിലത്തായിരുന്നു ഇതിൻ്റെ ഈ ചിത്രീകരണം. മഞ്ഞിൽ നീരാടി പൊന്നിൻ പൂച്ചുടി വിണ്ണിൻ തേരേറി നീ മായവേ നിന്റെ ആ നെയ്യിലെ ചെമ്പനീർ മുട്ടുകൾ ചുംബനം കൊണ്ട് തൊടാം പൂവിതൽ ചെപ്പിനാൽ ഞാൻ ഒളിപ്പിച്ചൊരാ തേൻകണം കൊണ്ട് തരാം 1000 കിനാവിതാവരൂ. മലയാളം സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ നാടാണ്, നമ്മുടെ ആൾക്കാരാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും തമിഴിൽ കിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ സംവിധായകനും അതിൻ്റെ പ്രൊഡക്ഷൻ ടീമും നല്ലതാണെങ്കിൽ ഏത് ഇൻഡസ്ട്രിയും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിലും ശരി അന്യഭാഷയിലും ശരി പ്രശ്നം തന്നെയാണ്. തമിഴിൽ ഒത്തിരി സമയമെടുക്കും ഒരു പടം തീരാൻ. അതുകൊണ്ട് നമ്മൾ കോൾ ഷീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റ്സ് കൊടുക്കുമ്പോൾ പലപ്പോഴും അതിന് അകത്ത് തീർക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രോജക്റ്റുകളും തമിഴിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മലയാളത്തിൽ കുറേ പ്രോജക്റ്റുകൾ മിസ്സാവാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 3 Dots എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം 2-3 വർഷം മുമ്പ് വന്നതാണ്. 3 Dotsന് ശേഷം കത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക്, തമിഴ് സിനിമയ്ക്ക് പോയി. അത് വിചാരിച്ചതിലേറെ സമയമെടുത്ത്. അതിനൊരു ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടായിരുന്നു. 7-8 വർഷം താടി വളർത്തി, 7-8 മാസങ്ങൾ താടി വളർത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നു. പിന്നീട് അത് വീണ്ടും 1 വർഷം എടുത്തു പടം പൂർത്തിയാകാൻ. അപ്പോൾ ഇങ്ങനത്തെ ചില ആ ഗെറ്റപ്പിൽ അങ്ങ് ഫിക്സ്ഡായി പോയി. അങ്ങനത്തെ കുറേ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ചിലപ്പോൾ വരാറുണ്ട്. ഇതെല്ലാ ലാംഗ്വേജിലും വരാറുള്ളതാണ്. പക്ഷേ മലയാളത്തിലാണെങ്കിൽ പിന്നെയും കുറേ കൂടിയും നമ്മളൊരു ഫിക്സഡ് ടൈം ലിമിറ്റിലൊരു പ്രോജക്റ്റ് തീരാറുണ്ട്. ഇതല്ലാണ്ട് പിന്നെ പെർഫോമൻസ് വൈസ് അത് ഓരോരോ ക്യാരക്ടറിനനുസരിച്ചിരിക്കും. തമിഴ് കുറച്ചുകൂടി ലൗഡാണ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് കുറച്ചുകൂടിയും ലൗഡാണെന്ന് വെച്ചാൽ നമ്മൾ സട്ടിൽ ആയിട്ടല്ല അവർ ഇമോട്ട് ചെയ്യാറ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ കുറച്ചുകൂടി നാച്ചുറലായിട്ടുള്ള രീതിയിലാണ്. നമുക്കത് നാച്ചുറലാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അണ്ടർ പ്ലേ ചെയ്യാനെന്ന് തോന്നും. അവർക്ക് നാച്ചുറൽ ആവണമെങ്കിൽ അത് കുറച്ചുകൂടി ലൗഡായിട്ട് നമ്മൾ
എല്ലാ ആക്ഷൻസും കുറച്ചും കൂടി നമ്മൾ പറയില്ല, നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഒത്തിരി ഓവറാക്കി ചെയ്യേണ്ടി വരും ചിലപ്പോൾ. സോ അങ്ങനെ ഒരു ചെറിയ മാറ്റം, അത് കൾച്ചറിൻ്റെ വ്യത്യാസമാണ്. അതല്ലാണ്ട് രണ്ട് ഇൻഡസ്ട്രിയും സെയിം. മീരയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പടത്തിലാണ് ആക്ട് ചെയ്യുന്നത്. മീരയുടെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മീര ഒരു കൃഷിഭവൻ ഓഫീസറായിട്ടാണ് ഇതിൽ. അപ്പോൾ കൃഷി ഒട്ടും ഇഷ്ടമല്ലാതെ വന്നൊരു ഓഫീസറാണ്. മീരയ്ക്ക് പടത്തിൽ ഫോറിനിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ ഗ്രാമത്തിൽ ഒരു 5-6 മാസം വർക്ക് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ഫോറിനിലേക്ക് പോകാൻ. അപ്പോൾ ഈ പടത്തിൽ ഞാനും മീരയും എപ്പോഴും വഴക്കുകൂടിക്കൊണ്ടാണ്. കാരണം ഞാൻ വളരെ സിൻസിയറായിട്ട് കൃഷിനെ കാണുന്ന ഒരാളാണ്. മീരയ്ക്ക് വലിയ താല്പര്യമില്ല കൃഷി. അപ്പം അങ്ങനെ വഴക്കിലൂടെയാണ് ഈ പടത്തിൽ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് മീര റിയലൈസ് ചെയ്യുകയാണ് ഈ പടം, ഈ ക്യാരക്ടർ കാർത്തിക പെരുമാൾ എന്ന് പറഞ്ഞ ആൾ ആരാണ് എന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം ഇയാളോടൊരു റെസ്പെക്റ്റും ഇയാളോടൊരു ഇഷ്ടം തോന്നുന്ന ക്യാരക്ടറാണ്. വളരെ കംഫർട്ടബിളായിരുന്നു മീരയായിട്ട് വർക്ക് ചെയ്യാൻ. മീര ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായിലാണ് മീര. അപ്പോൾ ദുബായിൽ നിന്ന് വന്ന് ഇപ്പോൾ വീണ്ടും ഒരു പക്ഷേ ഈ പടത്തിന് ശേഷം വീണ്ടും മലയാളത്തിൽ ചിലപ്പോൾ സജീവമാവാനുള്ള ചാൻസ് ഉണ്ട് മീരയ്ക്ക്. ഞാനാണേ പാലാ തങ്കച്ചൻ. പക്ഷെ നല്ല കുപ്പായം കേട്ടോ. കളിയാക്കണ്ട, എല്ലാം താമസിയാതെ വരും. ഇതെന്നെ ഒരു ചുമല കമ്മ്യൂണിസ്റ്റ് ആണോ? വിളിച്ച പാടാ, പക്ഷെ ഇപ്പൊ ഇച്ചിരി പാടാ. ഒത്തിരി പാടാ. വെറുതെ പണിയെടുത്ത് സമ്പാദിക്കാൻ നമ്മൾ ബംഗാളിയോ തമിഴന്മാരോ അല്ല, മലയാളികളാണ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ബൈ ബർത്ത. ചെന്നൈയിൽ ക്യാമറമാൻ രാജീവ് മേനൻ സാറിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പടത്തിൽ എനിക്ക് ആക്ട് ചെയ്യാനൊരു അവസരം കിട്ടിയത്. അപ്പം അതിന് ശേഷം ഞാൻ വന്ന സിനിമകളിൽ ആക്ച്വലി അന്നത്തെ ഒരു സമയത്ത് ഞാൻ വന്നൊരു 10 years ബാക്ക് നോക്കുമ്പോൾ കുറേ കൂടിയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു എല്ലാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലക്ക് ഉണ്ടായി. ഞാൻ പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങി പിന്നെ ജയരാജ് സാർ ആയാലും ശരി, സത്യൻ അന്തിക്കാട് സാർ ആയാലും ശരി, ലാൽ ജോസ് സാർ, അങ്ങനെ കുറേ ശ്യാം പ്രസാദ് സാർ, കുറേ ജോഷി സാർ, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനൊരു അവസരം നൽകി. കമൽ സാർ. ഇപ്പോൾ ഒരു ചെറിയ ഒരു മാറ്റം, ലാസ്റ്റ് 4-5 yearsലെ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ ക്രൗഡ് വന്നിരിക്കുന്നു. അത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്താണ്. എത്രയോ പുതിയ സംവിധായകർ വരുന്നു, പുതിയ നടന്മാർ വരുന്നു, റൈറ്റേഴ്സ് വരുന്നു, പ്രൊഡ്യൂസേഴ്സ് വരുന്നു, ടെക്നീഷ്യൻസ് വരുന്നു, ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും തമിഴിൽ ഒരു 15 വർഷം മുമ്പ് ഈ ഒരു ന്യൂ ജനറേഷൻ്റെ എൻട്രി ഒരു 15 years ബാക്ക് ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഏകദേശം ഒരു 4-5 വർഷമായി. ശരിക്കും അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പല സിനിമകളും എന്നേ പറയാൻ പറ്റും. കാരണം എപ്പോഴും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നില്ല എല്ലാ പടങ്ങളും. പക്ഷേ പല ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ടെക്നീഷ്യൻസിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെയും വർക്ക് ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ തമിഴിൽ പോയി പടങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് മലയാളത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നു, അപ്പോൾ മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യണം. സോ ആ ഒരു തീരുമാനത്തിൽ കൂടിയാണ്. അപ്പോൾ അത് ശരിക്കൊരു മലയാളം ഇൻഡസ്ട്രിക്ക് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഐ തിങ്ക് സോ, ഐ ബിലീവ് നല്ലൊരു സമയമാണ്. അങ്ങനെ തന്നെ നേതാവി അഞ്ചെട്ടെണ്ണം പിന്നാലെ ഒരു ഫുൾ ലെങ്ത് ഫാമിലി എൻ്റർടൈനറാണ്. സബ്ജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ പറയുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു മെസ്സേജ് ഈ പടത്തിലൂടെ ഉണ്ട്. പക്ഷേ അത് വളരെ ഹ്യൂമറായിട്ടുള്ള രീതിയിലാണ് ഈ പടത്തിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ്. സോ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഫാമിലിയുടെ കൂടെ പോയി കാണണം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You said it. കാശ് കിട്ടുവാണെങ്കിൽ എന്ത് നാരത്തിലോ ഞാൻ ചെയ്യും. കോമഡി അല്ല അർജുന, ഇപ്പൊ കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്. ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ.